ജിദ്ദയിൽ പിഞ്ചു കുഞ്ഞിനെ ഭിത്തിയിലടിച്ചു കൊന്ന് പിതാവ് ആത്മഹത്യ ചെയ്തു. നഴ്സായി ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയുടെ ഭർത്താവും 7 മാസം പ്രായമായ കുഞ്ഞുമാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു പ്രവാസി സമൂഹത്തെ ഞെട്ടിച്ച ദാരുണ സംഭവം. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശി അനീഷയുടെ ഭർത്താവ് ശ്രീജിത്ത്, ഇവരുടെ 7 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. ഇവർ താമസിക്കുന്ന സുലൈമാനിയയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു സംഭവം. ശ്രീജിത്തും അനീഷയും തമ്മിലുണ്ടായ കുടുംബവഴക്കിനെ തുടർന്ന് ശ്രീജിത്ത് കുഞ്ഞിനെ തലകീഴായി പിടിച്ച് 3 തവണ ഭിത്തിയിലടിക്കുകയായിരുന്നു. പരിക്കേറ്റ കുഞ്ഞിനെ അനീഷ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേസമയം തന്നെ ശ്രീജിത്ത് ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു. കുഞ്ഞിന്റെയും ഭർത്താവിന്റെയും മരണമറിഞ്ഞ് ബോധരഹിതയായ അനീഷ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 മാസം മുമ്പാണ് ഭർത്താവ് ശ്രീജിത്തിനെയും കുഞ്ഞിനെയും അനീഷ വിസിറ്റിംഗ് വിസയിൽ സൗദിയിലെത്തിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് ഞായറാഴ്ച നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് പ്രവാസി സമൂഹത്തെ ഞെട്ടിച്ച ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. പ്രവാസി ചിട്ടിയുടെ ലാഭനഷ്ടത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന വിശദീകരണവുമായി KSFE അധികൃതർ. ധനമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി തെറ്റിദ്ധാരണാജനകമായി പ്രചരിപ്പിക്കുന്നുവെന്നാണ് KSFE ആരോപിക്കുന്നത്. 25 മുതൽ 40 മാസം വരെയുള്ള തവണകളുടെ ആദ്യ ഗഡു മാത്രം കണക്കിലെടുത്താണ് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് KSFE വാദം. നിലവിൽ ചേർന്ന ചിട്ടികളുടെ ആദ്യ ഗഡു തന്നെ 90 കോടിയിലേറെ വരും. 90 ചിട്ടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 71 ചിട്ടികളിൽ സബ്സ്ക്രിപ്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി ചിട്ടികളിൽ സബ്സ്ക്രിപ്ഷൻ പുരോഗമിക്കുന്നു. 17,841 പേർ ചിട്ടികൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,219 പേർ KYC രേഖകൾ നൽകി ചിട്ടികളിൽ ചേരാൻ തയ്യാറായിരിക്കുകയാണ്. എങ്കിലും ഇത്തരം കണക്കുകളെ ആശ്രയിച്ചല്ല ചിട്ടിയുടെ ലാഭനഷ്ടം കണക്കുകൂട്ടുന്നതെന്നും ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നു. ഇതുവരെ ആദ്യ ഗഡു ഇനത്തിൽ സമാഹരിച്ചിരിക്കുന്നത് 4 കോടിക്ക് മുകളിൽ രൂപയാണ്. ഇതിന് സെക്യൂരിറ്റിയായി കിഫ്ബി ബോണ്ടുകളിൽ നിക്ഷേപിച്ച തുക 2,83,60,000 രൂപയാണ്. 64 ചിട്ടികളുടെ ഓൺലൈൻ ലേലം ഇതിനകം നടത്തിക്കഴിഞ്ഞു. 2ാം ഗഡുവും ചിട്ടിയിലേക്ക് അടച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. UAEക്ക് പുറമെ മറ്റു GCC രാജ്യങ്ങളിൽ ചിട്ടി രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് ഉടൻ തന്നെ വരിസംഖ്യ സ്വീകരിച്ചു തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1, ദുബായ്. സൗദിയിൽ 500-ലധികം വിദ്യാഭ്യാസ പദ്ധതികളുടെ കരാറുകൾ റദ്ദാക്കി. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കമ്പനികൾ വീഴ്ച വരുത്തിയതാണ് കാരണം. പിൻവലിച്ച പദ്ധതികൾ യോഗ്യരായ പുതിയ കരാർ കമ്പനികളെ ഏൽപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിലേക്കും ഗവർണറേറ്റുകളിലേക്കുമായി പ്രഖ്യാപിച്ചിരുന്ന 3 ബില്യൺ റിയാലിന്റെ വിദ്യാഭ്യാസ കരാറുകളാണ് മന്ത്രാലയം റദ്ദാക്കിയത്. 187 കോടി റിയാലിന്റെ 360 പദ്ധതികളാണ് ഒന്നാമത്തേത്. നിർമ്മാണ മേഖലയിലും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതുമായും ബന്ധപ്പെട്ടതാണിത്. 130 കോടി റിയാലിന്റെ 150 പദ്ധതികൾ വേറെയും റദ്ദാക്കി. സമയബന്ധിതമായി പദ്ധതി നടപ്പിലാക്കുന്നതിൽ കരാർ കമ്പനികൾ വീഴ്ച വരുത്തിയിരുന്നു. ഇക്കാരണത്താൽ മന്ത്രാലയം പ്രതീക്ഷിച്ച രീതിയിൽ നിന്നും വിവിധ പദ്ധതികൾ വൈകി. ഇതാണ് പദ്ധതികൾ അവസാനിപ്പിക്കാൻ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചത്. പിൻവലിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുന്ന പുതിയ കരാർ കമ്പനികളെ പിന്നീട് ഏൽപ്പിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സൗദി അറേബ്യയുടെ പൊതു ബജറ്റ് കമ്മി പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കുമെന്ന് റിപ്പോർട്ട്. വിവിധ മേഖലകളിലുണ്ടായ സാമ്പത്തിക നേട്ടം സൂചിപ്പിക്കുന്നതാണ് റിപ്പോർട്ട്. വികസന ലക്ഷ്യം വെച്ചാണ് ഇത്തവണത്തെ ബജറ്റ് എത്തുന്നത്. 195 ബില്യൺ റിയാലിന്റെ കമ്മി ബജറ്റാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചതോടെ കമ്മി 124 ബില്യനാക്കി കുറക്കാനാവുമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ. രാജ്യം കഴിഞ്ഞ മാസങ്ങളിൽ കൈവരിച്ച സാമ്പത്തിക നേട്ടത്തിന്റെ സൂചനയാണിതെന്നും സാമ്പത്തിക മാധ്യമങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 2017 230 ബില്യൺ കമ്മിയുണ്ടായിരുന്നതുമായി തുലനം ചെയ്യുമ്പോൾ വരുമാനത്തിൽ വൻ കുതിപ്പാണ് നടപ്പ് വർഷത്തിൽ ഉണ്ടായത്. പെട്രോൾ ഇതര വരുമാനം 30% ഉയർത്താനായി. 783 ബില്യൺ റിയാൽ വരവാണ് ഇത്തവണ പ്രതീക്ഷിച്ചത്. ഇത് പക്ഷേ 903 ബില്യണിലേക്ക് ഉയരും. അസർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ വിദേശികളുടെ ഇഖാമ പുതുക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം 2019 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും. സമയം ലാഭിക്കുന്നതിനും ജീവനക്കാരുടെ തൊഴിൽ ഭാരം കുറയ്ക്കുന്നതിനും പ്രയോജനപ്പെടുന്നതാകും പുതിയ സംവിധാനമെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഗവേണിംഗ് സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് ഇഖാമ പുതുക്കുന്നതിന് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. വിദേശികളുടെ ഇഖാമയെ മറ്റു മന്ത്രാലയങ്ങളുമായി ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുന്ന നടപടികൾ ഏകദേശം പൂർത്തിയായതായി അതോറിറ്റിയിലെ തൊഴിൽ വിഭാഗം മേധാവി ഹസൻ അൽ ഖാദർ പറഞ്ഞു. മെഡിക്കൽ ഫിറ്റ്നസിനു വേണ്ടി ആരോഗ്യ മന്ത്രാലയം, ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് തെളിയിക്കുന്നതിന് കുറ്റാന്വേഷണ വിഭാഗം, കുവൈത്തിലെ താമസ വിവരങ്ങൾ ചേർക്കുന്നതിന് ഇഖാമ കാര്യാലയം എന്നിവയുമായാണ് ബന്ധിപ്പിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ടെക്നിക്കൽ വിഭാഗം ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ തയ്യാറാക്കി. വിദേശികൾക്ക് നേരിട്ട് ചെന്ന് വിവരങ്ങൾ നൽകാനും ഇഖാമ പുതുക്കാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത്. പണച്ചെലവും സമയനഷ്ടവും ഒഴിവാക്കാനും ഓട്ടോമാറ്റിക് സംവിധാനം ഉപകരിക്കും. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന മസ്ജിദുൽ ഹറാം മൂന്നാം ഘട്ട വികസന പദ്ധതിക്ക് തുടക്കമായി 16 ലക്ഷം പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ ഇതുവഴി സാധിക്കും. തീർത്ഥാടകർ നിറയുന്നതോടെ താനെ അടയുന്ന കവാടങ്ങളും പുതിയ പദ്ധതിയിലുണ്ട്. പ്രവൃത്തി തുടങ്ങിയതോടെ കിങ് അബ്ദുൽ അസീസ് കവാടം അടച്ചു. നിലവിൽ 13 ലക്ഷം പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമാണ് മക്കയിലെ മസ്ജിദുൽ ഹറാമിലുള്ളത്. ഇത് 16 ലക്ഷം പേർക്ക് സൗകര്യപ്പെടുത്തുന്നതാണ് പുതിയ പദ്ധതി. ഇതോടെ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ഹറമിനുള്ളിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും. നിലവിലുള്ള കവാടങ്ങളുടെ എണ്ണം ഉയർത്തും. തീർത്ഥാടകർ നിറയുന്നതോടെ കവാടങ്ങൾ താനെ അടയും. 4524 പുതിയ സൗണ്ട് ബോക്സുകൾ, അഗ്നിശമന സംവിധാനങ്ങൾ, 6635 നിരീക്ഷണ ക്യാമറകൾ, തനിയെ പൊടി വലിച്ചെടുക്കുന്ന ശുചീകരണ സംവിധാനങ്ങൾ, അത്യാധുനിക മെക്കാനിക്കൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി ഒരുങ്ങുന്നത്. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും. കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ പ്രയാസങ്ങൾ കുറയ്ക്കാൻ അടുത്തുള്ള മറ്റ് കവാടങ്ങളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. മധ്യ ആഫ്രിക്കയിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി കുവൈത്ത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് കുവൈത്ത് ആവശ്യപ്പെട്ടു. മധ്യ ആഫ്രിക്കയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസിലിൽ നടന്ന ചർച്ചയിൽ കുവൈത്തിന്റെ സ്ഥിരം പ്രതിനിധി മൻസൂർ അൽ ഉതൈബിയാണ് നിലപാട് വ്യക്തമാക്കിയത്. ബോക്കോ ഹറാം, ജെയ്ഷ് അൽ റബ്ബ് തുടങ്ങിയ സായുധ സംഘങ്ങൾ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിരപരാധികൾ ഇരയാക്കപ്പെടുന്നു. ചാവേർ സ്ഫോടനങ്ങൾ, തുടർച്ചയായ സായുധാക്രമണങ്ങൾ, കളവ്, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പേരുകെട്ട സംഘടനകളാണ് ബോക്കോ ഹറാമും ജെയ്ഷ് അൽ റബ്ബും. ഗാബൺ, കാമറൂൺ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഏത് സമയത്തും ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടായേക്കാമെന്ന സാഹചര്യം ഈ രാജ്യങ്ങളുടെ സ്വസ്ഥതയെ ബാധിച്ചിട്ടുണ്ട്. മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സാമൂഹിക വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കും കടുത്ത വെല്ലുവിളിയാണ് ഈ സംഘടനകൾ ഉയർത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ UN തലത്തിൽ ശക്തമായ നടപടിയുണ്ടാകണം. മേഖലയിൽ സ്ഥിരതയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും കുവൈത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും ഉത്തൈബി കൂട്ടിച്ചേർത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കേരളത്തിലെ കുടിവെള്ള രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിവെള്ള ശുദ്ധീകരണ സംരംഭമായ ടെക്ടോൺ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് ടെക്ടോൺ. കുടിവെള്ള ശുദ്ധീകരണ രംഗത്ത് വിവിധ രാജ്യങ്ങളിൽ സാന്നിധ്യമറിയിച്ച സ്ഥാപനമാണ് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ നേതൃത്വം നൽകുന്ന ടെക്ടോൺ. തങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലിറ്ററിന് 5 പൈസ നിരക്കിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് ജനങ്ങളിലെത്തിക്കാൻ സാധിക്കുമെന്ന് MD S ലക്ഷ്മണൻ, ഡയറക്ടർ MM ഷെരീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോ 100 കിലോമീറ്ററിലും പ്ലാന്റ് സ്ഥാപിച്ച് കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കിഴക്കൻ മേഖലയിലേക്ക് വെള്ളമെത്തിക്കുന്ന പദ്ധതിയാണ് ചർച്ച ചെയ്യുന്നത്. കേരള ഗവൺമെൻറ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കൗണ്ടർ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ, ഈ രീതിയിലുള്ള ഒരു പദ്ധതി നടപ്പാക്കിയാൽ ഏത് തെരുവിലെ വീട്ടിലെ വെള്ളം കുടിവെള്ളമാണെന്ന് ഗവൺമെൻറ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. അതിന് തുല്യമായിട്ടുള്ള കൗണ്ടർ ഉറപ്പ് ഞങ്ങൾ ഗവൺമെൻറ്റും കൊടുക്കും. ചെന്നൈ മെട്രോയുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതിക്കായുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ചൈന, ക്രൊയേഷ്യ, റുമാനിയ, സൗദി അറേബ്യ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്പനിക്ക് കുടിവെള്ള പദ്ധതികളുണ്ട്. UAEയിൽ ഷാർജ, റാസൽഖൈമ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ നിരവധി പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1, ദുബായ്. 2019 UAE സഹിഷ്ണുതാ വർഷമായി ആചരിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സമൂഹത്തിൽ സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുകയാണ് വർഷാചരണത്തിന് ലക്ഷ്യം. UAE ജനതയ്ക്ക് രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് കൈമാറിയ ഏറ്റവും വലിയ സൂക്ഷിപ്പ് മുതലാണ് സഹിഷ്ണുത എന്നതിനാൽ നിലവിലെ സായിദ് വർഷത്തിന്റെ തുടർച്ച തന്നെയാവും സഹിഷ്ണുതാ വർഷാചരണം. ഷെയ്ഖ് സായിദിന്റെ അധ്യാപനങ്ങളും പൈതൃകവും സഹിഷ്ണുതാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഒത്തൊരുമയോടെ മുന്നേറുന്ന സമൂഹം പടുത്തുയർത്തുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ദേശീയ യത്നമായിരിക്കും വർഷാചരണം. വിവിധ സംസ്കാരങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും തുറന്ന ഇടം നൽകുന്ന UAE സഹിഷ്ണുതയുമായി കൈകോർത്ത് മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സഹവർത്തിത്വ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുക, സംവാദങ്ങളിലൂടെ സഹിഷ്ണുതയുടെ ലോകകേന്ദ്രമായ UAEയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക, സഹിഷ്ണുതയുള്ളവരുടെ സമൂഹം സാധ്യമാക്കുക, മതങ്ങളും സംസ്കാരങ്ങളും തമ്മിൽ യോജിച്ച നയരൂപവൽക്കരണത്തിന് നേതൃത്വം നൽകുക, മാധ്യമങ്ങളിലൂടെ സഹിഷ്ണുതയും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ 5 ആശയങ്ങളിലൂന്നിയ പ്രവർത്തനങ്ങളാണ് വർഷാചരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുക.
മീഡിയ 1 അബുദാബി. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സൗദിയിലെ റിയാദിൽ നടന്നു. 1970 മുതലുള്ള വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ സംഗമത്തിൽ ഒത്തുചേർന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളുടെ കലാപരിപാടികളുടെ തുടക്കം. പഴയതും പുതിയതുമായ തലമുറകളുടെ സംഗമം കൂടിയായിരുന്നു ഐച്ചാം കൊയ്ച്ചാം എന്ന് പേരിട്ട സംഗമം. പഴയ തലമുറയിൽപ്പെട്ടവർ PSMO കോളേജിന്റെ ചരിത്രവും ക്യാമ്പസ് കല അനുഭവങ്ങളും സംഗമത്തിൽ പങ്കുവച്ചു. അബ്ദുൽ സലാം, അബ്ദുൽ ജലീൽ, യാക്കൂബ് എന്നിവർ സംസാരിച്ചു. കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ കലാവിരുന്നും നടന്നു. സംഗമം CP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റഹ്മാൻ, യൂനുസ് സലീം, സുബൈർ അരിമ്പ്ര, മൻസൂർ വേങ്ങര, അഫ്തബുർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. അലുമിനി പ്രവർത്തനത്തിൽ മികച്ച സേവനം നൽകിയ ഹഫ്സ ടീച്ചർക്കുള്ള ഉപഹാരം പ്രതിനിധി ഏറ്റുവാങ്ങി. വിവിധ മത്സരങ്ങളിലെ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. രാവേറും വരെ വിവിധ ബാച്ചുകളിൽപ്പെട്ടവരുടെ കലാവിരുന്നും അരങ്ങേറി. മീഡിയ 1 റിയാദ്. PV സിന്ധു വേൾഡ് 2 ഫൈനൽസ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ കടന്നു. സെമിയിൽ തായ്ലൻഡിന്റെ മുൻ ലോക 1-ാം നമ്പർ താരമായ റാച്ചനോക് ഇന്ദനോനിനെയാണ് സിന്ധു തോൽപ്പിച്ചത്. സ്കോർ 21-16, 25-23. 47ാമത് ദേശീയ ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി ബഹ്റൈൻ. വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യമെങ്ങും ഒരുക്കിയിരിക്കുന്നത്. ദീപാലങ്കാരങ്ങളുടെ വർണ്ണപ്രഭയിലാണ് അറേബ്യയുടെ പവിഴദ്വീപ്. അലങ്കാരങ്ങളിലും വർണ്ണച്ചമയങ്ങളിലും രാജ്യമെങ്ങും അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. തെരുവുകളും ഗ്രാമങ്ങളും രാത്രികാലങ്ങളിൽ പ്രഭാപൂരിതമായ കാഴ്ചകളാണെങ്ങും. നാളെ ദേശീയ ദിനത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളും രാജ്യത്ത് പൂർത്തിയായി. ബഹ്റൈൻ ദേശീയ പതാകകളും ചുവപ്പും വെളുപ്പും വർണ്ണങ്ങളിലുള്ള ചമയങ്ങളും കൊണ്ടാണ് പ്രധാന പാതകളുടെ ഇരുവശവും അലങ്കരിച്ചിട്ടുള്ളത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നീ ഭരണാധികാരികളുടെ ചിത്രങ്ങളാണെങ്ങും. ദേശീയ ദിനാഘോഷം പ്രമാണിച്ച് ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി ദിനങ്ങളിലും തുടർന്നും വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്ത് നടക്കുക. ക്യാമറ പേഴ്സൺ ആന്റണിയോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സോമൻ ബേബിയും സാമൂഹിക പ്രവർത്തക ഷെമിലി പി ജോണും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ആദ്യം സോമനിലേക്ക്. ശ്രീ സോമൻ, ബഹ്റൈൻ 47ാമത് ദേശീയ ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങളിലാണ്. എത്രത്തോളം വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്? പ്രവാസികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും? തീർച്ചയായിട്ടും പ്രവാസികളായ ഞങ്ങൾക്ക് തദ്ദേശീയരെ പോലെ തന്നെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ബഹ്റിന്റെ ദേശീയ ദിനാഘോഷം. 47ാം ദേശീയ ദിനാഘോഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര്, നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 13-14 ലക്ഷം ആണ് ജനസംഖ്യയിൽ. ഏതാണ്ട് 1/3 ഇന്ത്യക്കാരാണ്. ആ 1/3 ഏതാണ്ട് ഒരു 60-70% നമ്മുടെ മലയാളികളാണ്. ഞങ്ങളെല്ലാവരും ഏറ്റവും അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു മുഹൂർത്തമാണ് ബഹ്റിന്റെ ദേശീയ ദിനാഘോഷം. കാരണം വിദേശികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാടാണ് ബഹ്റിൻ എന്ന് എല്ലാ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളും തെളിയിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ആ ഒരു സന്തോഷത്തിന്റെ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞത് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്ന് അവിടെ നാഷണൽ സ്റ്റേഡിയത്തില് ദിസ് ഈസ് ബഹ്റിൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വിദേശികള് പല ചർച്ചുകളായാലും അമ്പലങ്ങളായാലും ഗുരുദ്വാരയായാലും എല്ലാവരും ചേർന്ന് അവിടെ സ്റ്റോളിട്ട് ഒട്ടേറെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ബഹ്റിനെ സംബന്ധിച്ചോളം മറ്റ് പല രാജ്യങ്ങളിലും ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് നമ്മൾ അവിടെ അനുഭവിക്കുന്നത്. ഈ വർഷത്തെ ദേശീയ ദിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബഹ്റിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പക്വത തെളിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പാർലമെന്റ്, മുനിസിപ്പൽ കൗൺസിൽസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ ക്യാബിനറ്റ് ഫോം ചെയ്തു കഴിഞ്ഞ മാസം. ആ പുതിയ ക്യാബിനറ്റിന്റെ ഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ്, അതിന് തൊട്ട് പിന്നാലെയാണ് ഇവിടെ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. 3 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തിയാണ് പുതിയ ക്യാബിനറ്റ്. അതുപോലെ തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ സ്മൂത്തായിട്ട് നടന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കിങ് ഹമദ് ഗ്ലോബൽ സെന്റർ ഫോർ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് ഇന്റർഫെയ്ത്ത് ഡയലോഗ്
ലോകം മുഴുവൻ ഈ ബഹ്റിൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വലിയ ഡെലിഗേഷൻസ്, അതിനകത്ത് വിദേശികൾ ഉൾപ്പെടുന്ന ഡെലിഗേഷൻസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം യുണൈറ്റഡ് നേഷൻസിൽ ഇവിടെ ആ ഡെലിഗേഷൻ പോയതിൽ അതിൽ ഒരു അംഗമാകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടെ ബഹ്റിന്റെ ചരിത്രം, ബഹ്റിൻ എന്താണ്, മറ്റു വിദേശികൾക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം നൽകുന്നു, പ്രത്യേകിച്ച് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുമെന്ന് കിങ്ഡം ഓഫ് ബഹ്റിൻ ഡിക്ലറേഷൻ അവിടെ കാണിക്കുകയുണ്ടായി. അതനുസരിച്ച് നോക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളവർ വളരെ അസൂയോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം, വിദേശികളെ സംബന്ധിച്ചോളം തീർച്ചയായും വിദേശികൾക്ക് ലഭിക്കുന്ന ഈ പരിഗണന അവരുടെ ദേശീയ ദിനാഘോഷത്തിൽ നിങ്ങൾ തിരിച്ചും അതേപോലെ തന്നെ നിങ്ങളൊരു ആഘോഷങ്ങൾ കൊണ്ട് അതിന് നന്ദി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഷെമിലി പി ജോണിലേക്ക് പോവുകയാണ്. ശ്രീമതി ഷെമിലി, ഈ മലയാളി സംഗമങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഈ ആഘോഷത്തെ നോക്കി കാണുന്നത്? ഇതിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം അത് എത്രത്തോളം ഉണ്ടായിരിക്കും? നമസ്കാരം. ബഹ്റൈൻ 47ാമത് നാഷണൽ ഡേ സെലിബ്രേഷൻസിൽ ഏറ്റവും അധികമായിട്ട് ഇവിടെ പറയേണ്ടത് ഹൈലി ടോളറന്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ കഴിയാൻ പ്രവാസികൾക്ക് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഇതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 100% സുരക്ഷിതത്വമുള്ള ഒരു രാജ്യം ഒരു സ്ഥലത്തും ഒരുപക്ഷെ നമ്മൾക്ക് ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളെക്കാൾ അധികമായിട്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം അങ്ങേയറ്റം ഉറപ്പിക്കുന്ന, അതിൽ നിന്ന് പ്രവാസികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും അവരുടെ സ്ത്രീകളുടെ ജീവിതത്തിന് അങ്ങേയറ്റം സുരക്ഷിതത്വം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും മുന്നോട്ട് നോക്കിക്കാണുന്ന ഇതാണല്ലോ. അങ്ങനെയുള്ളൊരു രാജ്യമെന്ന് ബഹ്റിനെ തീർത്തും അങ്ങേയറ്റം വിശ്വസിച്ചവരെ എനിക്കിവിടെ പറയാൻ പറ്റും. അതുകൂടാതെ ബഹ്റിന്റെ ഈ കഴിയുന്ന കാലഘട്ടത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ശ്ലാഘനീയം എന്നുള്ളത് അവർ സ്ത്രീകളുടെ എംപവർമെന്റിന് കുറെ, ഇസ്ലാമിക് രാജ്യമാണെങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഇവിടെ അവർ സ്ത്രീകൾ ഉന്നതിയിലേക്ക് വരുന്നതിനും ലീഡർഷിപ്പ് പ്രോഗ്രാംസ്, മൈക്രോ ഫിനാൻസിങ്, ഇവിടെ ബിസിനസിന്റെ മേഖലകളിൽ ഈവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക, അവരുടെ ഒരു മോട്ടോ ഈ രാജ്യത്തിന്. തീർച്ചയായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യം തന്നെയാണ് ബഹ്റൈൻ. അവിടെ ഒരു 47ാമത് ദേശീയ ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. പ്രവാസികളും അതിന്റെ ഭാഗമായി തന്നെ ആഘോഷ തിമിർപ്പിലാണുള്ളത്. വളരെയധികം നന്ദി ശ്രീ സോമൻ. ഒപ്പം ഷെമിലി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഷെയ്ഖ് സായിദ് വാർഷികാചരണ ഭാഗമായി ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മോഡൽ സർവീസ് സൊസൈറ്റി വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. MSS സൂപ്പർ ക്വിസ് എന്ന പേരിലായിരുന്നു മത്സരം. ദുബായ് കിസൈസിലെ ആപ്പിൾ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന MSS സൂപ്പർ ക്വിസ് പരിപാടിക്ക് കണ്ണുബക്കർ നേതൃത്വം നൽകി. 11 സ്കൂളുകളെ പ്രതിനിധാനം ചെയ്ത് 6 ടീമുകളാണ് മത്സരിച്ചത്. കൂടാതെ വനിതകൾക്കും ഗ്രേഡ് 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്കുമായി വിവിധ കലാസാംസ്കാരിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികളും ഷെയ്ഖ് സായിദിനെ കുറിച്ചും UAE കുറിച്ചും പഠിക്കുക, മനസ്സിലാക്കുക, അത് മാതൃകയാക്കുക, അതിനുള്ള ഒരു അവസരമായി ഇതാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. സമാപന ചടങ്ങിൽ മുഹമ്മദ് യൂസുഫ് അൽ സബ, ആത്യ അൽ സുബൈദി, മൂസ ഹാജി, ഡോക്ടർ സാക്കിർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ നസീർ അബൂബക്കർ സ്വാഗതം പറഞ്ഞു. MSSന്റെ സാമൂഹിക സേവനങ്ങളെക്കുറിച്ച് റഷീദ് അബ്ദു വിശദീകരിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. പ്രോഗ്രാം കൺവീനർ നിസ്താർ നന്ദി പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 3 ബ്രാഞ്ചുകൾ ഷാർജയിലും അജ്മാനിലുമായി പ്രവർത്തനം ആരംഭിച്ചു. അജ്മാൻ ജർഫിലെ ഷോറൂം ഉദ്ഘാടനം മുസല്ല മുഹമ്മദ് അൽ റാഷിദ്, സിദ്ദീഖ് പുറായിൽ എന്നിവർ നിർവഹിച്ചു. കാസിം പുറായിൽ, അബ്ദുൾ റഫീഖ് വെള്ളങ്ങോട്ട്, അബ്ദുസലാം എന്നിവർ സംബന്ധിച്ചു. പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനമായ അരൂഹ ട്രാവൽസിന്റെ ആദ്യ ബജറ്റ് ട്രാവൽ ശാഖ ദുബായിൽ തുറന്നു. ദേര ഫിഷ് റൗണ്ട് എബൌട്ടിന് സമീപമാണ് ട്രാവൽ ഷോപ്പ് എന്ന പേരിൽ ശാഖ തുറന്നത്. അരൂഹ ട്രാവൽസിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബജറ്റ് ട്രാവൽ എന്ന ആശയം നടപ്പാക്കുന്നത്. ബജറ്റ് ടൂർ പാക്കേജുകൾ, കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ട്രാവൽ ഷോപ്പിന്റെ ലക്ഷ്യം. ഇതിനായി ലേബർ ക്യാമ്പുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് UAE-യിലുടനീളം ബജറ്റ് ട്രാവൽ ശാഖകൾ തുറക്കും. ആദ്യ ശാഖയുടെ ഉദ്ഘാടനം റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ മുഹീദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം അഹമ്മദ് ബിൻ ഈദ് മുഖ്യാതിഥിയായിരുന്നു. അരൂഹ ഗ്രൂപ്പ് MD-മാരായ റാഷിദ് അബ്ബാസ്, PT സയ്യിദ് അമീൻ, ട്രാവൽ ഷോപ്പ് GM TM സബീർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ മലയാളി സംഘടനകളുടെ കൂടി സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. 50ഓളം ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 3000-ത്തിലധികം പേർക്ക് സൗജന്യ മരുന്നും പരിശോധനയും ലഭ്യമാക്കി.
ചെയർമാൻ എസ് സലീം, ഡോക്ടർ റിജി ജേക്കബ്, നാസർ അൽമഹ, ഗോപകുമാർ, കരീം, നസീർ ചന്ദ്ര പിന്നി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.